മര്യാദക്ക് ഈ പത്രത്തിൽ ഒപ്പിട്ട് തന്നോ, അല്ലെങ്കിൽ രണ്ടിന്റെയും ജീവൻ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇല്ലടാ ചെകുത്താനെ, എന്റെ സെലീനമ്മക്ക് കൊടുത്തതാ ഞാനിതൊക്കെ. നീ കൊന്നോ, എനിക്കിനി ജീവിക്കാൻ ഒരാശയില്ല. ചേടാ ഇത് എന്നാ പാട്? മറ്റുള്ളവർ ജീവിക്കാൻ പെടാപാട് പെടുമ്പോ ഇവിടെ രണ്ടെണ്ണം ചാവാൻ നടക്കുന്നു. കൊന്നേരടാ ഞങ്ങളെ, എന്നാലും നിന്റെ ഒന്നും ചതി നടക്കത്തില്ല. രണ്ടിന്റെ കഴുത്ത് എരിച്ചങ്ങോട്ട് തോട്ടണം, എന്നിട്ട് രണ്ടിന്റെ കൈ പിടിച്ച് വിരലടയാളം പതിപ്പിച്ചാ പോരാ. ഇനി അതേ നടക്കുന്നു. രജിസ്ട്രേഷനുള്ള കാശിനവിടെ പോകും. ഒരു കുന്ന് പൊന്നല്ലയോ ഇവിടെ ഇരിക്കുന്നത്, അതങ്ങ് വിറ്റാ പോരെ. എടോ തമ്പി, അതത്ര എളുപ്പമല്ല. പിന്നെ ഇത്രയും പൊന്നും കൊണ്ട് ചെന്നാ കടക്കാരന് സംശയം തോന്നും. ഈ തുരുമ്പിന് പരിചയമില്ലാത്ത ആഭരണ കട ഈ സിറ്റിയിൽ ഉണ്ടോ മുതലാളി? നമ്മുടെ സ്ഥിരം കടയുണ്ടെന്നേ. അതെ, പുഷ്പം പോലെ കാര്യം സാധിച്ചിട്ട് ഞാനിങ്ങ് വരാം മുതലാളി. വച്ചേക്കില്ല ഞാൻ, ഓർമ്മിച്ചോ. സുബൈറെ, ആളിനെ ശരിക്കറിയാലോ. നിന്ന നിൽപ്പിൽ ഫയർ എസ്കേപ്പിംഗ് പോലും നടത്തിക്കളയും. അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നത് വരെയും തിരിച്ച് ജയിലിലെത്തുന്നത് വരെയും മിനിമം 4 കോൺസ്റ്റബിൾസെങ്കിലും കൂടെ വേണം. ശ്രദ്ധിച്ചോളാം സാർ. ഇനി ഒരു രക്ഷപ്പെടലുണ്ടായാൽ സെലീന സാറിന്റെ തൊപ്പി തെറിക്കും. ഇന്നലെ തന്നെ IG-ക്ക് ഫാക്സ് മെസ്സേജ് കൊടുത്തതാ, പുള്ളിയെ പിടിച്ചത് സെലീന സാറാണെന്ന്. ശരി സാർ. സാറാണോ? ഞാൻ SI ഫ്രാൻസിസാ. തെങ്ങുമുട്ടി ഫിലിപ്പോസിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകാം സാർ. 4 കോൺസ്റ്റബിൾസിനെ കൂടെ അയക്കുന്നുണ്ട്, പിന്നെ ഡ്രൈവറും കാണും. സാറൊരു ഫാക്സ് വന്നിട്ടുണ്ട്. സെലീന സാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. സാർ, ഒരു ഫാക്സ് മെസ്സേജ് ഉണ്ട് IG ഓഫീസിൽ നിന്നാ. വായിക്കട്ടെ സാർ. The suspension of Miss Selina Bowman ASP is cancelled with immediate effect and the ASP should rejoin the office as soon as possible. ഓ വെരി ഗുഡ്. എന്തായാലും ഇന്നിനി അങ്ങോട്ടില്ല, നാളെ വരാം. ഓക്കെ ഓക്കെ, താങ്ക്സ്. ബോബൻ, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഐ ക്യാൻ റീജോയിൻ എനി ടൈം. നിന്റെ ഈ സന്തോഷം ഒരുതരം വിരോധാഭാസ. എന്റെ അപ്പച്ചന് ജയിലിന്റെ വാതിൽക്കൽ കൊണ്ട് നിർത്തിയിട്ടാ നീ സന്തോഷിക്കുന്നേ. ബോബൻ എന്താ ഇരട്ട വ്യക്തിത്വമുള്ള മട്ടിൽ സംസാരിക്കുന്നത്? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടാണോ? ബോബന്റെ അപ്പച്ചൻ 3 കൊലപാതകങ്ങൾ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണോ? മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയതും അമ്മച്ചി ഈ വീട്ടിൽ ഒളിപ്പിച്ചതും എന്റെ ആവശ്യമായിരുന്നോ? അതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിനെ വഞ്ചിച്ചവളെന്ന് മുദ്രകുത്തി എന്നെ സസ്പെൻഡ് ചെയ്തതിൽ ബോബന് വിഷമമൊന്നുമില്ലല്ലേ? ഇതിന്റെ പേരിൽ നീ സന്തോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പച്ചൻ ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. അതിന് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താ? എനിക്ക് ജന്മം നൽകിയ മനുഷ്യനാ അത്. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് അപ്പച്ചൻ അധ്വാനിച്ചിട്ട് തന്നെയാ. പണ്ടൊക്കെ തല്ലും വഴക്കം ഉണ്ടാക്കുമെങ്കിലും അപ്പച്ചൻ ആരെയും ചതിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മാത്യു സച്ചാൻ കൂടെ കൂടിയതോടെയാ അപ്പച്ചൻ ചതിയും വഞ്ചനയൊക്കെ തുടങ്ങിയത്. എന്നതായാലും ഒരു ശത്രുവിനെ പോലെ അപ്പച്ചനെ വെറുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാനും വെറുക്കുന്നില്ല ബോബന്റെ അപ്പച്ചനെ. പിടികിട്ട പുള്ളിയായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു കുറ്റവാളിയെ ഒരു പോലീസ് ഓഫീസറായി ഞാൻ പിടിച്ചുകൊടുത്തു. അതിലൊരു കാലത്ത് ഒരാളും ഒരു തെറ്റും കാണത്തില്ല. ഞാൻ തെറ്റുകാരിയല്ലാന്ന് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. അത് നേരാ. ആ സന്തോഷത്തിന് ബോബന്റെ അപ്പച്ചനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു പോലീസ് ഓഫീസറുടെ കടമ നിറവേറ്റി, അത്രേ ഉള്ളൂ. എന്തിനാ സെലീന ഞാൻ പറഞ്ഞിരുന്ന ഇല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നേ? ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ സങ്കടമല്ല, ഈ കുടുംബത്തിന്റെ മൊത്തം സങ്കടവും അപമാനമൊക്കെയാ.
ഇനി അങ്ങോട്ട് അപ്പച്ചന്റെ കേസിൽ വിധി പറയുന്നവരെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനത്തോടെ തലകുനിച്ച് നിൽക്കേണ്ടത് ഞാൻ തന്നെയാ. പകരം നിനക്ക് അഭിമാനവും. പക്ഷേ ഞാനും നീയും ഈ കുടുംബത്തിലെ അംഗങ്ങളാ. ഒരേ കാര്യത്തിന് രണ്ടാൾക്ക് രണ്ടനുഭവം. അപ്പൊ ഇരട്ട വ്യക്തിത്വം എനിക്കാണോ നിനക്കാണോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നതായാലും എനിക്ക് അപ്പച്ചനെ അമ്മച്ചയെ നഷ്ടപ്പെട്ടു. ജോയിച്ചേട്ടാ, ആ ആദ്യം നമുക്ക് ഇതുകൊണ്ട് ഒട്ടിച്ചാലോ ചോദിച്ചാ? അതാ നല്ലത്. ഒരറ്റത്തുനിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിച്ചാ ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ഒട്ടിക്കാം. ഇത് എല്ലാവർക്കും വായിക്കാൻ അറിയാവോ? പിന്നെന്താ, 5ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കാത്ത ആരും സെറ്റിൽമെന്റിലില്ല. ഇതിന്റെ കൂടെ കഴിയുന്നിടത്തോളം ഞാൻ നേരിട്ട് കണ്ടു പറഞ്ഞോളാം. ആ എന്നാ പിന്നെ കൊണ്ടുപോലെ. ഇതൂടെ. ആ സ്കൂളിന്റെ അവിടെ 2-3 ഒട്ടിക്കണം കേട്ടോ. ആ ആന്റി മാടൻകോവിൽ കണ്ടതല്ലേ? അതിനു ചുറ്റും 20 ആദിവാസി കുടുംബങ്ങളുണ്ട്. അവർക്കൊരു മൂപ്പനും ഉണ്ട്. അവരെ കൂടി നമ്മൾ ഈ പദ്ധതിയിൽ ചേർക്കണം. എന്നെ അവർക്കത്ര ഇഷ്ടമല്ല. മന്ത്രിയായിരുന്നപ്പോ ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നാ പരാതി. അതുകൊണ്ട് അവിടെ പങ്കേണ്ടി തന്നെ പോണം. ഇനിയിപ്പോ പുഴ കടക്കാൻ ജോയിച്ചേട്ടൻ സമ്മതിക്കുമെന്തോ? അതൊക്കെ സമ്മതിക്കും. ഇപ്പോഴാണെങ്കിൽ അവരെ പാട്ടിലാക്കാൻ പറ്റിയ സന്ദർഭം. മൂപ്പന്റെ മോൻ മരുത് വസൂരി വന്ന് കിടക്കുക. വസൂരി വന്നാ പിന്നെ രോഗിയെ കുടിയിൽ കിടത്തൂല. ഒരു പച്ചോല കുടില് കെട്ടി ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറ്റിക്കിടത്തും. പിന്നെ ആരും അഭാവത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കുടിക്കാനുള്ള വെള്ളം ഒരു കലത്തിലാക്കി ഒരു ചിരട്ടയും വെച്ചു കൊടുക്കും. അയ്യോ, ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ മരിച്ചു പോകത്തില്ലേ? മരിക്കും. വസൂരി വന്നാ പിന്നെ അവിടെ മരണം ഉറപ്പാ. ആദ്യം ഈ സെറ്റിൽമെന്റിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനും കരുകൂടാ അതിന് മാറ്റം വരുത്തിയ. അണുബാധ വരാതെ വേപ്പില കൊണ്ട് മൂടി ആവശ്യത്തിന് മരുന്നും ഭക്ഷണവും കൊടുത്താ രോഗി രക്ഷപ്പെടുമെന്ന് അപ്പോഴാ എല്ലാവർക്കും മനസ്സിലായത്. മരുതിന്റെ കാര്യത്തില് പങ്കിയാന്റി അത് ചെയ്യണം. മരുത് രക്ഷപ്പെട്ട പിന്നെ പങ്കിയാന്റിയെ മലങ്കാളിയെ പോലെ പൂജിക്കും അവര്. ഞാൻ പോവാൻ ചിന്നു. ഈ ജീവിതം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇനി അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ബോബൻ, ഞാൻ ഇറങ്ങ. ഇതെന്നാ, നീ പിന്നെയും ജോയിൻ ചെയ്യാൻ പോവാണോ? അതെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ ലീവ് എടുക്കാൻ പറ്റൂ. ഒരു 3 ദിവസം എനിക്ക് ഓഫീസിലിരിക്കണം. അത് കഴിഞ്ഞ് ലോങ് ലീവ് എടുത്തോളാം. എന്തിനാ 3 ദിവസം? ഇന്ന് തന്നെ ലീവ് ലെറ്റർ ഫാക്സ് ചെയ്യാമല്ലേ? ചെയ്യാം, പക്ഷേ അത് ഐജിയോട് ദേഷ്യം തീർക്കുന്ന പോലെയാവും. അത് പറ്റത്തില്ല. അതുകൊണ്ടാ 3 ദിവസം ഓഫീസിലിരുന്ന് പെൻഡിങ് ജോലികളൊക്കെ തീർക്കണമെന്ന് പറഞ്ഞേ. നീ എന്നാ സെലിനെ കാട്ടുന്നേ? ഇങ്ങനെ ബെൽറ്റ് മുറുക്കി കെട്ടിയാ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് വല്ല കേടും പറ്റും. ഏയ്, ഡോണ്ട് ബി സില്ലി. കണ്ടിട്ട് എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നോ നീ? ബോബൻ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ കിഡ്. കാറിലാണോ ജീപ്പിലാണോ നീ പോകുന്നേ? അറിയത്തില്ല, ചിലപ്പോ ജീപ്പായിരിക്കും. എന്താ? വേണ്ട വേണ്ട, നീ ജീപ്പിൽ കയറി പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കാറിൽ ഞാൻ കൊണ്ടുവിടാം. കാളവണ്ടി പോലെ കുടുങ്ങുന്ന ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തവണ പോയാൽ മതി. കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ? ഇതെന്താ ബോബൻ ഒരുമാതിരി? ഇന്നൊരൊറ്റ ദിവസം എനിക്ക് പോലീസ് വണ്ടി പോയേ പറ്റൂ. സെലീന, ഇതൊക്കെ വേണ്ടാത്ത വാശിയാ. അല്ല, എന്റെ അവകാശമാ. എങ്കിൽ വിളിച്ചു പറ, കാറ് തന്നെ അയക്കണമെന്ന്. ശ്ശേ, നാണക്കേടാ ബോബൻ. എന്നാ ഞാൻ തന്നെ വിളിച്ചു പറയാം. വേണ്ട, ഞാൻ തന്നെ വിളിച്ചു പറയാം. ബോബൻ വിളിച്ചു പറഞ്ഞാ അതൊരു ഗോസിപ്പിനുള്ള വകയാവും. ASP സാറിന്റെ ഹസ്ബൻഡാ ഇപ്പൊ ഓഫീസ് ഭരിക്കുന്നതെന്നൊരു. ഹലോ, ഡ്രൈവറോട് എനിക്ക് കാറ് തന്നെ കൊണ്ടുവരാൻ പറയണം. ഓക്കെ ഓക്കെ,
എന്റെ ആരോഗ്യാവസ്ഥ അവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കാറ് തന്നെ അയച്ചത്. അതെ, നിന്റെ ആരോഗ്യം മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധയില്ലാത്ത നിനക്ക് മാത്രമാ. സുബൈർ, ഞാൻ ചാർജ് എടുത്തതായിട്ട് ഐജിക്ക് ഒരു ഫാക്സ് അയച്ചേക്കൂ. ഫ്രാൻസിസ് എവിടെ? സ്വർണ്ണക്കടയിൽ നിന്നൊരു മെസ്സേജ് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയതാ. സെലീന സാറിനോട് പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചിട്ടാ പോയത്. ഗുഡ് മോർണിംഗ് സർ. ASP സെലീനയാണ്. യെസ് സർ, ജോയിൻ ചെയ്ത ഉടനെ സാറിനോടൊന്ന് പറയാമെന്ന് കരുതി വിളിച്ചതാ. നത്തിങ് സർ, നോ ഹാർഡ് ഫീലിങ്സ്. താങ്ക് യു സർ. അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. സാറേ ഇതാ സർ തൊണ്ടി മുതൽ. നീ പിന്നെ വന്നോടാ. എന്താടാ കാര്യം? അത് ചുമ്മാ ഞാനവിടെ നിന്നപ്പോ ചുമ്മാ എവിടാ നിന്നത്? ഒരു ആഭരണക്കടയുടെ മുമ്പിൽ. ഓ അത് ശരി. അപ്പൊ ഫ്രാൻസിസേ, യവന് ചുമ്മാ 4 ഇടി കൊടുക്ക്. അയ്യോ എന്നെ തല്ലണ്ട സാറേ, ഞാൻ നന്നാവൂല. നിന്നെ നന്നാക്കാനല്ലടാ തല്ലുന്നേ, നാട് നന്നാക്കാനാ. സാറാ പെട്ടി ഒന്ന് നോക്കിയേ. ഇത് തന്നെയാണോ സാറിന്റെ അമ്മച്ചി സമ്മാനമായി തന്ന ആഭരണങ്ങളെന്ന്? നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെയാ. നീ എപ്പോഴാടാ തുരുമ്പിന്റെ കച്ചവടം നിർത്തി പൊന്നിന്റെ കച്ചവടം തുടങ്ങിയത്? ഇന്ന് ഉദ്ഘാടനമായിരുന്നു സാറേ. ഓ കഷ്ടമായി പോയി. ആട്ടെ, തെങ്ങുമുട്ടിലെ അന്നാമ്മ ഇപ്പൊ എവിടെയുണ്ട്? സുഖമായിട്ടിരിക്കാ സാറേ. ഞാനല്ലേ ദോശയും പൊതിച്ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്നേ. ആ പ്രമാണങ്ങളൊക്കെ എവിടെ? അവിടെ തന്നെ ഉണ്ട്. ഒരലമാരി വെച്ച് പൂട്ടിയിരിക്കുക. ആ 2 തള്ളമാരും ഒപ്പിട്ട് വന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. 2 തള്ളമാരോ? അതാരൊക്കെ? ഒന്ന് സാറിന്റെ അമ്മായിയമ്മ, രണ്ടാമത്തേത് ആശുപത്രിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന തള്ള ത്രേസ്യാമ്മച്ചി. ശരീരം വയ്യാത്ത ആ പാവങ്ങളെ വെച്ച് സമ്പാദിക്കാൻ നോക്കുന്നോടാ. അയ്യോ തല്ലല്ലേ സാറേ, തത്ത പാടും പോലെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്നാത്തിനാ എന്നെ തല്ലുന്നേ? അയ്യോ എന്നാ പറ, എവിടെയാണ് അവരെന്ന് കാണിച്ചാ ഉടനെ വേണം. പറയാം സാറേ. നീ എങ്ങനെയും 2 ഒപ്പ് വാങ്ങിരേ. കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒക്കെ നീ ചെയ്തോണം. സ്വത്തുക്കൾ എന്റെ പേരിലായാൽ 10 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരും. 5 ലക്ഷം രൂപ തുരുമ്പ് തമ്പിക്കും. പക്ഷെ ഒരു കാര്യം, കൊല്ലുവാണേൽ കൊണ്ടുപോയി ആരും കാണാണ്ട് കൊക്കയിലെറിയേണ്ട ചുമതല നിനക്കാ. അതിനൊന്നും എന്നെ കിട്ടത്തില്ല. മുതലാളി സമാധാനമായിട്ട് പോയാട്ടെ. നാളെ പുലരുമ്പോ ഇതിലൊക്കെ ഒപ്പുണ്ടായിരിക്കും. ഒപ്പിട്ട് കിട്ടിയ പിന്നെ ഇതൊക്കെ എന്തിനാ അച്ഛന് കൊടുക്കുന്നേ? ഒക്കെ എന്റെ പേരത്തിനാക്കിക്കൂടെ? 4 5 കോൺസ്റ്റബിൾമാർ ആ വീടിന് ചുറ്റും കവർ ചെയ്യണം. ഫ്രാൻസിസും സുബേറും എന്റെ കൂടെ നിന്നാ മതി. ഏത് വിധേനയും അമ്മച്ചയും ത്രേസ്യാമ്മച്ചയും ഒരു പോറല് പോലും കൂടാതെ രക്ഷിക്കണം നമുക്ക്. എല്ലാം റെഡിയാണ് സാർ. അവിടെ ആയുധങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? അയ്യോ ഒരു തുരുമ്പ് പോലും ഇല്ല സാറേ, ഞങ്ങൾ അത്തരക്കാരല്ല. ഇവന്റെ വാക്ക് വിശ്വസിക്കരുത് സാർ. ചിലപ്പോ നാടൻ ബോംബുകളൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നു സാറേ, ഇല്ലാവതനം പറയല്ലേ. 2 അമ്മമാരെ പൊന്നുപോലെ സൂക്ഷിക്കുന്നതിന് എനിക്ക് അവാർഡ് തരേണ്ടതാ. അങ്ങോട്ട് നടക്കടാ. എന്നിട്ട് മര്യാദക്ക് നിന്റെ ഒളിത്താവളത്തിലേക്കുള്ള വഴി കാണിച്ചാ സാറേ